നമസ്കാരം. ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് വിഭാഗത്തിൽ പെടുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. പ്രായമായ ആൾക്കാരിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന സന്ധികളിലാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കാണുന്നത്. അതായത് കഴുത്ത്, കൈമുട്ട്, കാൽമുട്ട്, വിരലുകളുടെ അറ്റം, നടുവ് തുടങ്ങിയ ഭാഗങ്ങളിൽ. ഇതിൽ തന്നെ നടുവിലും മുട്ടിലുമാണ് ഏറ്റവും കൂടുതൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കണ്ടുവരുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ നോക്കിയാൽ സന്ധിയിലുണ്ടാകുന്ന വേദന, നീർക്കെട്ട്, കഴപ്പ്, തരിപ്പ് തുടങ്ങിയവ. അതിനോടനുബന്ധിച്ച് തന്നെ സന്ധിക്കുള്ളിൽ കരകരപ്പ് അനുഭവപ്പെടാറുണ്ട്. എല്ലുകൾക്ക് വളവും കണ്ടുവരുന്നു. കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗമായതുകൊണ്ട് തന്നെ 40 വയസ്സിന് മുകളിലുള്ള മിക്ക ആൾക്കാരിലും ഇത് കാണുന്നുണ്ട്. മാസമുറ നിന്ന് കഴിഞ്ഞ സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. അവരുടെ ഹോർമോണിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് തേയ്മാനത്തിന് പ്രധാനമായിട്ടുള്ള കാരണം. അമിതഭാരമുള്ളവർക്ക് നടുവിലും അതുപോലെ കാൽമുട്ടിലും തേയ്മാനം കണ്ടുവരുന്നു. പിന്നുള്ള ഒരു കാരണം എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ് അതായത് എന്തെങ്കിലും ഒരു അഭിഘാതം ഉണ്ടാകുമ്പോൾ വരുന്നതാണ്. അങ്ങനെ വരുമ്പോഴും തേയ്മാനം കണ്ടുവരുന്നു. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയുർവേദത്തിൽ സന്ധിഗതവാദമായിട്ടാണ് ചികിത്സിക്കുന്നത്. സന്ധിഗതവാദം എന്ന് പറയുമ്പോൾ ഒരു വാതരോഗമാണ്. അതുകൊണ്ട് തന്നെ വാതശമന ചികിത്സകളാണ് ഇവിടെ ചെയ്യുന്നത്. അഭ്യംഗം, വിവിധ തരം കിഴികൾ, അവരക്കിഴി, ഇലക്കിഴി, പൊടിക്കിഴി തുടങ്ങിയവ ഉപയോഗിക്കുന്നു. കൂടാതെ കഷായധാര, അതുപോലെ വസ്തി എന്ന ചികിത്സയും ഇവിടെ ചെയ്യാറുണ്ട്. ലോക്കലായിട്ട് നമ്മൾ ഈ വേദന ഉള്ള സന്ധികളിൽ ചെയ്യുന്ന കുറച്ച് ചികിത്സകളുണ്ട്. അതിൽ ആദ്യത്തെ ഒന്നെന്ന് പറയുന്നത് ലേപനമാണ്. നീർക്കെട്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലേപനങ്ങൾ ചെയ്യുന്നത്. അടുത്തത് പിജു എന്ന് പറയുന്നത് പഞ്ഞിയിൽ ചൂടുള്ള എണ്ണ മുക്കി ആ വേദന ഉള്ള ഭാഗത്ത് വയ്ക്കുന്നതാണ്. പിന്നെ പറയുന്ന ചികിത്സ വസ്തിയാണ്. വസ്തി എന്ന് പറയുന്നത് എണ്ണ അവിടെ കെട്ടി നിർത്തുന്ന ഒരു ശീലം. അതായത് മുട്ടിൽ ചെയ്യുമ്പോൾ അത് ജാനുവസ്തി എന്നും, നടുവിൽ ചെയ്യുമ്പോൾ കടിവസ്തി എന്നും, കഴുത്ത് ഭാഗത്ത് ചെയ്യുമ്പോൾ ഗ്രീവാവസ്തി എന്നും പറയുന്നു. വസ്തിയും പിജുവും ചെയ്യുന്നത് സന്ധിക്കുള്ളിലെ മൈക്രോ സർക്കുലേഷൻ കൂട്ടുന്നതിനും അതുവഴി തേയ്മാനം തടയുന്നതിനും സഹായിക്കുന്നു. ഇത്തരത്തിൽ അനുയോജ്യമായ ഔഷധങ്ങൾ ഉള്ളിൽ സേവിച്ചുകൊണ്ട് സന്ധിവേദന തുടങ്ങുന്ന സമയത്ത് തന്നെ ആയുർവേദ ചികിത്സകൾ ചെയ്യുന്നത് നമ്മുടെ സന്ധികളിൽ ഉണ്ടാകുന്ന തേയ്മാനം കുറയ്ക്കുന്നതിനോടൊപ്പം വേദനയും നീരും പൂർണ്ണമായി മാറ്റുന്നതിന് സഹായിക്കുന്നു.